ഒന്നുമില്ലടാ, ആ പയ്യനില്ലേ നമ്മുടെ അരുണിന്റെ വേഷം വിഷ്ണു. അവനിതിനു മുമ്പ് 1-2 പടത്തില് മെയിൻ വേഷത്തിൽ കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ ഡയറക്ടർ ജോസാനിന്റെ പടം, പിന്നെ ഒന്ന് ഉമേഷ് ബാബുവിന്റെ പടം. 2 പടവും നടന്നില്ല എന്ന് മാത്രമല്ല, നിനക്കറിയാലോ. അല്ല, അശോകൻ ചോദിക്കായിരുന്നു നമ്മളായിട്ട് വെറുതെ ഒരു റിസ്ക് എടുക്കണമെന്ന്. ഞാൻ അറിഞ്ഞ ഉടനെ സച്ചിയോട് കാര്യം പറഞ്ഞു, പടത്തിന്റെ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ പോകണ്ടെന്ന്. പക്ഷേ ഇവിടെ വന്ന് പെടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കല ചേട്ടാ. എന്താപ്പാ നിങ്ങളുടെ ഫസ്റ്റ് പടം, ഫസ്റ്റ് സ്ക്രിപ്റ്റ് പപ്പം പ്രിയപ്പെട്ട ഒപ്പം അത് പൊട്ടിപ്പോയില്ലേ? അതും പറഞ്ഞ് ആരും പിന്നെ വിളിക്കാണ്ടിരുന്ന എന്തായിരിക്കും അവസ്ഥ? ശരിയാണ്. ഞാനങ്ങോട്ട് ചെല്ലട്ടെ, ഞാൻ ഷോട്ട് പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞു. പോട്ടെ പോട്ടെ ചേട്ടാ, നീ മനസ്സിൽ വെക്കണ്ട. പോട്ടെ ചേട്ടാ. അല്ല ശോക, പറഞ്ഞു വന്നപ്പോ അവൻ പറയുന്നത് പകുതി ശരിയാ. പകുതിയല്ല, അവൻ പറയുന്നതാ ശരി. അത് ശരി. ഇപ്പൊ ഞാൻ എന്തോ വിശ്വസിയ ബെസ്റ്റ് ആള്. റോഷ, നമുക്ക് പണിയെടുക്കാം. എന്റെ കൈകൊണ്ട് ആദ്യമായി മേക്കപ്പ് ചെയ്ത ആരും ഇതുവരെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. സത്യം. മനോട്ടാ, എന്റെ ഫോൺ ഒന്ന് കട്ട് ചെയ്യൂ. ആ ഫോട്ടോയിൽ കാണുന്ന സിനിമാ നടൻ വിഷ്ണുവിന്റെ കമ്പനിക്കാരൻ ഉസ്മാൻ വില്ലൂട്ടൻ. ആ ഫോട്ടോയിൽ കാണുന്ന സിനിമാക്കാരൊക്കെ എനിക്കറിയാം. നിങ്ങൾ പറയുന്ന വിഷ്ണു ആരാ? ഓനാണ് ഈ സിനിമയിലെ നായകൻ. ഹലോ, നിങ്ങൾ വന്നിട്ട് എത്ര കാലായി? ഞാൻ വന്നിട്ട് 19 കൊല്ലം. ആണ് മനസ്സിലാവാത്തത്, പഴയ ആളാണ്. ന്യൂ ജനറേഷൻ ആണ് സിനിമയൊക്കെ. ഓനൊക്കെ അതിന്റെ ആളാ. വെറുതെ സംസാരിക്കാണ്ട് അവനെ വിളിക്കാ. ഓനെ ഫോണിൽ വിളിച്ചു കിട്ടില്ല, ഷൂട്ടിങ്ങിലേക്ക് ഒന്നും വിളിച്ചോട്ടെ. പുറത്തിറങ്ങിയിട്ടുള്ള സംസാരം മതി. ഓനെ ഫോൺ വിളിച്ച് ഇവിടുന്ന് ഒഴിവാക്കും പറഞ്ഞു. പണി ഞാൻ നോക്കിക്കോളാം. മനോട്ടാ, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേ. എടുക്കടാ, എടുക്ക്. എടുത്തോ. ഉസ്മാനെ, എടാ, നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ആ സെക്യൂരിറ്റിക്കാരൻ കയറ്റി വിടില്ല. ഈ ഷൂട്ടിംഗ് നടക്കുന്ന വീടിന്റെ നേരെ മുന്നിലുണ്ട്. ഞാനും വില്ലൂട്ടനും അമ്മയും മുത്തച്ഛനും എല്ലാരും ഉണ്ട്. മനോട്ടാ, എന്റെ വീട്ടുകാർ വന്നിട്ടുണ്ട്. അവരവിടെ ഗേറ്റില്. ഹലോ മോനെ, സെക്യൂരിറ്റി കൊടുക്ക്. സെക്യൂരിറ്റി ഹലോ, അവരൊന്ന് അകത്തേക്ക് എടുത്തു വിട്ടേക്ക്. അത് ശരി. വീട്ടുകാർ മാത്രം അകത്തേക്ക് കയറിപ്പോ. ഇതെന്താ രാവണന്റെ കൊട്ടാരോ? ആ, വിഷ്ണു ആണ് രാമനായിട്ട് അഭിനയിക്കുന്നത്. രാവണനായിട്ട് ബാബുരാജ്. അപ്പൊ നിനക്ക് ഹനുമാനാവാം. ആവൂ, നിങ്ങൾ ഞാൻ എന്റെ വാലാക്കും. ആ വാലിന് തീ കൊടുത്ത് ഈ കൊട്ടാരം മുഴുവൻ ഓടി നടന്ന് ഞാൻ കത്തിക്കും. അമ്മേ, എന്റെ അടുത്ത് ബ്ലാക്ക് ഒന്നുമില്ലേ, അതുകൊണ്ട് 500 നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞാൻ തിരിച്ചു വിളിച്ചോളാം. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. സിദ്ദിഖ് ലാൽ സാറല്ലേ? അല്ല, ഞാൻ ലാല. അപ്പൊ മറ്റേ സിദ്ദിഖ് ലാൽ സാറ് അത് വേറെ. പൂലിമുരിക്കല്ലേ, ലാലേട്ടൻ ഗംഭീരായിട്ട് അടിച്ചു പൊളിച്ചിട്ടുണ്ട്. താങ്ക് യു. പക്ഷെ നിങ്ങളങ്ങോട്ട് ശരിയായില്ല. ലാലേട്ടൻ പുലിയൊക്കെ ആയിട്ട് നല്ല രസമായിട്ടുണ്ട്. നിങ്ങളെ കാണാൻ ഗ്ലാമറും താടിയൊക്കെ ഉണ്ട്, പക്ഷേ ഒന്നുകൂടി വളരാണ്ട്. അല്ല, അഭിനയം വിഷയാക്കണ്ട, ശരിയായിക്കോളും. തുടക്കത്തിൽ എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെയാ, വിഷമിക്കണ്ട. അല്ലോ, ഭാവനല്ലത്. ഒറ്റ മിനിറ്റ്, ഇപ്പൊ വരെ ഞാൻ പറയാണ്ട്. അല്ലോ, എന്താ ഇപ്പൊ ഞാൻ കാണുന്നത്? എന്നെ മനസ്സിലായി, ഞാൻ ഉസ്മാൻ. സിനിമയെ കാണുന്ന മാതിരി തന്നെയാണല്ലോ, നല്ല രസമുണ്ട്. ഞാൻ വിചാരിച്ചു സിനിമയിൽ ക്യാമറേന്റെ പരിപാടിയാണ് ഗ്ലാമർ എന്ന്. ശരിക്കും മൊഞ്ചത്ത് തന്നെയാ. ആ, പിന്നെ ഞാൻ കാണുമ്പോൾ ചോദിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്, മുള്ളംകൊല്ലി വിലായത് ഒരു ആട്ടുംകുട്ടി തന്നില്ല നര സിനിമയിൽ. അത് പറ്റി? അത് പറ്റൂ. 4 കുട്ടികൾ. ആണോ? മുട്ടനാടിന്റെ ഒന്ന് എനിക്ക് തരുമോ? എന്തിനാ? അല്ല, ഇങ്ങനെ വെറുതെ കിട്ടിയല്ലേ. എന്താണ് ഇത്? മുത്തച്ഛൻ, അമ്മ, പെങ്ങള്. ആരുടെ? വിഷ്ണുവിന്റെ. നമ്മുടെ മുത്തച്ഛനെ കയറി ഞങ്ങൾ എല്ലാരും കൊണ്ട് വന്നതാ. അല്ല, നമ്മുടെ വല്ലതും പോയോ? താഴേക്ക് നോക്കുന്നുണ്ട്. പ്രായമായ ആളല്ലേ, കാറ്റ് പോയി നോക്കിയിരിക്കൂ. കാറ്റ് പോണ നിന്റെ അച്ഛൻ തോർപ്പൻ ശങ്കുണ്ണിയുടെ. അത് കഴിഞ്ഞിട്ടാവാ എന്റെ. ചെറിയൊരു തരാറില്ലേ. പിന്നെ എന്തൊക്കെയുണ്ട്? സുഖല്ലേ? പടമൊക്കെ നന്നായിട്ട് പോകുന്നില്ലേ?
നിങ്ങൾ അകത്തേക്കല്ലേ വിഷ്ണു അകത്തുണ്ട്. എന്നാ പിന്നെ ഞങ്ങൾ വിഷ്ണുവിനെ കണ്ടു വന്നിട്ട് നമുക്ക് വിശദമായിട്ടൊന്നിരിക്കാം. ഓ, ആയിക്കോട്ടെ. മുത്തശ്ശാ ഈടാ വിഷ്ണു, ഞങ്ങൾ എവിടെയൊക്കെ തെരഞ്ഞറിയോ? അടിപൊളി ഗ്ലാമർ ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ. ഇത് വേണ്ട ഹെയർ സ്റ്റൈൽ. വിഷ്ണു ഫാൻസ് അസോസിയേഷൻ സെക്രട്ടറി പറഞ്ഞു കൊടുക്കടാ. ആരായാലും അങ്ങോട്ട് മാറി. അയ്യോ അടിപൊളി. മുത്തശ്ശൻ വാ. മുത്തശ്ശൻ വിഷ്ണുവിന്റെ അറിയില്ലേ വലിയ തറവാടിയാ. അത് കോളാമ്പല്ല മനുഷ്യ. പൊളിച്ച്. ഞാൻ പറഞ്ഞില്ലേ വലിയ തറവാടി എന്ന് പറഞ്ഞില്ലേ? ആരാടാ ഇനി ഒന്നും മിണ്ടാണ്ടിക്കണോ? മേക്കപ്പ് എടുക്കട്ടെ, കറക്റ്റ് ആയിട്ട് ചെയ്യണം. ഇവനെ ഞങ്ങളുടെ വീട്ടിലെ ഏക പ്രതീക്ഷ. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. എന്താ ചെയ്യ? അമ്മ പേടിക്കണ്ടെന്ന്. ഞാൻ ആദ്യമായി മേക്കപ്പ് ചെയ്ത ആരും ഇതുവരെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എന്താ തല വെട്ടിപ്പോവോ? അല്ല തിരിഞ്ഞു നോക്കാൻ പറ്റില്ല എന്നോട് പറഞ്ഞ. നമുക്ക് ആ ക്രീപ്പിനെ ചെയറിലിട്ടിട്ട് കൈസും സുരേഷറിനെ കൂടി ഇങ്ങനെ താഴെ. അപ്പൊ അമിത് ബജാറിലെല്ലാം ഇടിച്ചു പൊളിച്ച് അതോട്ട് ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് പോകും. പിന്നെ ഈ ടീം കൂടെ വരാ. അത് അരുണല്ലേ? അവൻ വരില്ല എന്നല്ലേ പറഞ്ഞു. എന്റെ അമ്മ വിഷ്ണുവിനോട് എന്ത് പറയും? നമസ്കാരം. നമസ്കാരം. ഗുഡ് മോർണിംഗ് മച്ചാനെ. സർപ്രൈസ് എൻട്രി ഇല്ലേ? പിന്നെ കലക്കി. അവിടെ കട്ട ഡാർക്ക് സീനാണ്. ഞാൻ മച്ചാന്റെ അവിടെ ആയതുകൊണ്ട് ഒരു പരിപാടി നടക്കൂലെന്ന് നന്നായി. വിത്ത് മേക്കപ്പ് ആണ്ടാ. സീൻ എവിടെ? സീൻ നിതിനെ എത്തിട്ടാ സീനെടുത്ത് കൊടുക്കും. ചേട്ടാ വിഷ്ണുവോടെ മേക്കപ്പ് ചെയ്തിട്ടില്ല. അവനോടൊപ്പം പറയും. അതിപ്പോ അവന് വേറെ എന്തെങ്കിലും കൊടുക്കാന്ന് പറയാം. വേറെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് കൊടുക്കാൻ? ഇല്ലേ, അരുൺ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. വന്നല്ലോ, ഹാപ്പി ആയില്ലേ? സന്തോഷായി. അതെ, മേക്കപ്പ് ഒക്കെ അല്ലേ? അടിപൊളി. നമുക്ക് കോസ്റ്റ്യൂമർ പ്രവീണല്ലേ? മെനക്കേടായി. ഞങ്ങളോട് എന്താ പറയാ? പപ്പയായിട്ട് വരുത്തി വെച്ചാലേ ഡീല് അടിപൊളിയടാ, സൂപ്പറായിട്ടുണ്ട്. ഇപ്പൊ ഒരു ആസിഫലിനൊക്കെ പോലുണ്ട് അല്ലേ? കുഞ്ചാക്കവും താടിച്ച മാതിരി തന്നെ ഉണ്ട് അല്ലേ? ഓടാ അവിടെ കറക്റ്റ് ആസിഫിലാണ്. മുടി കണ്ടില്ലേ? അടിപൊളിയാണ്. സംഭവമൊക്കെ രസമായിട്ട് ഈ കോട്ട് മാറ്റണം, ചോപ്പാക്കണം. ചോപ്പും കോട്ടൊന്നും മാറ്റണ്ട. നീരമതി എടോ സിദ്ദിഖ് ലാൽ സാറിനോട് പ്രത്യേകം പറഞ്ഞിട്ട് വില്ലുട്ട ഓന്റെ കോസ്റ്റ്യൂമിന്റെ കാര്യത്തിൽ എനിക്ക് പ്രത്യേക ശ്രദ്ധ വേണം കേട്ടോ. ഓ, കോട്ടിന്റെ പേരൊക്കെ പടം പൊട്ടിയ ചരിത്രം ഉണ്ട് കേട്ടോ. കോട്ടിന്റെ പേരിലൊക്കെ ഏത് പടാ പൊട്ടിയത്? കണ്ട വെച്ച കോട്ട്. അത് പൊട്ടിയതാ? അതുകൊണ്ടല്ലേ പ്രൊഡ്യൂസറെ കണ്ടു വെക്കേണ്ടി വന്നേ. ആദ്യമേ തന്നെ ഈ കൊനസ്റ്റ് പറയില്ലേ? ആസിഫില് കറക്റ്റ് ആണടാ. അടിപൊളി. എന്താ എന്തേ കോട്ടൂരിക്ക് മധു കോട്ടൂരിടാ? ചോപ്പാക്കാനാ ഇല്ലേ മോനെ? ചോപ്പാക്കാനല്ലേ? ചോപ്പല പച്ച നീ ഓരോന്നോ പന്തിന് വിചാരം. പേടിപ്പിക്കല്ലേ? ഞങ്ങൾ ഇതൊക്കെ കുറെ കണ്ടാണ്. ഇവിടെ ആർക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നല്ല. പിന്നെ തമ്പിച്ചേണ്ട താല്പര്യം അത്രയും കത്തിയുള്ളൂ. അതെ, തമ്പിച്ചായനെ നിങ്ങൾ ഇമോഷണൽ ഡ്രാമ കാണിച്ച് പറ്റിച്ചു കാണും. റൂബി ചേച്ചി ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ ബ്ലഡ് ലൈനാ. ഈ വക പരിപാടിക്ക് ഞങ്ങൾ കൂട്ടു നിൽക്കൂല. ഒളിച്ചോടി പേപ്പറിനെ കണ്ടുപിടിച്ചോണ്ട് കെട്ടിടത്താണല്ലേ. ഞങ്ങൾ അങ്ങനെ പല ചെറ്റത്തരങ്ങളും കാണിക്കും. അപ്പൊ നീ കല്യാണം മുടക്കും. എന്നിട്ട് നീ പോകണത് കേട്ടോ? അവരെ എന്താണ് പോണല്ല ഇറക്കി വരാൻ. എല്ലാവർക്കും വിഷമമായല്ലേ? സത്യം പറഞ്ഞ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്കും വിഷമമുണ്ട്. പിന്നെ ജീനിങ്ങോട് വരാതിരുന്ന തന്നെ നിങ്ങളൊക്കെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാ. അതൊന്നും കുഴപ്പമില്ല സർ. നീ നിരാശപ്പെടുന്നും വേണ്ട. ഈ സിനിമയില് കഴിവ് മാത്രം പോരാ, കുറെയൊക്കെ ഭാഗ്യവും സമയവും അതിനേക്കാൾ ഉപരി ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സ്. എന്തായാലും നിനക്കതുണ്ട്. സമയവും ഭാഗ്യവും ഒക്കെ തന്നെ അങ്ങോട്ട് വന്നോളൂ കേട്ടാ. നിങ്ങൾക്ക് പോകാനുള്ള വണ്ടിയുടെ ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട്. വേറൊരു കാര്യമുണ്ട്. പിന്നെ ഒരു വയസ്സൻ ക്യാരക്ടർ ഉണ്ട് ഇതില്. മുത്തച്ഛന് താല്പര്യം ഉണ്ടെങ്കിൽ അഭിനയിച്ച കൊള്ളാമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇല്ല സാർ, അതൊന്നും ശരിയാലോ. ഒന്നാമത് മൂപ്പർക്ക് സിനിമ എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിക്കൂ. ആണോ? മൂപ്പര് അഭിനയിച്ചാൽ നേരെയാവൂല. ആരാ പറഞ്ഞ ഞാൻ അഭിനയിക്കൂലെന്ന്? ഒന്നല്ലെങ്കിൽ ഞാനൊരു കഥകളി ആസ്വാദകനല്ലേ? ആ പരിചയം എനിക്കില്ല. കഥകളി അല്ല, സിനിമ അഭിനയാണ്. ഇയാൾക്കൊന്നും പറ്റൂലേ? ഞാൻ അഭിനയിക്കും സാറേ. അപ്പോ അഭിനയിക്കാൻ താല്പര്യമുണ്ട്. പിന്നെ അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ പോയിക്കോട്ടെ. മുത്തച്ഛൻ്റെ കൂടെ വിഷ്ണുവിടെ നിൽക്ക് ഒരു സഹായത്തിന്. വിഷമിക്കണ്ട കേട്ടോ, ഒക്കെ ശരിയാവും. സാറേ വേണം ഈ മുള്ളും കെട്ട്. അയ്യോ, വയനാട്ടിൽ ചില കുരങ്ങളുണ്ട്. അയ്യോ അത് തന്നെ.
വനം വകുപ്പ് കാണണ്ട. എൻ്റെ കൈകൊണ്ട് ആദ്യമായി മേക്കപ്പ് ഇട്ട ആരും ഇതുവരെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ചമയക്കാരൻ ഒന്ന് തിരിഞ്ഞു നോക്കിയേ. അത് പിന്നെ ഓന്റെ കാര്യത്തില് ഞാൻ താൻ കൂടുതൽ വർത്താനം പറയണ്ട. ആദ്യം താൻ തന്റെ പണി ചെയ്യാം. പിന്നെ വദനകാന്തിയും അങ്കലാവണ്യവും ഒട്ടും കുറയ്ക്കണ്ട. എന്നുവെച്ചാ എടോ എന്റെ മുഖത്തിന്റെ ഗ്ലാമർ നവരസങ്ങളും കൂടി വാരി വിതറാനുള്ളതാ. നീ ഏതാ? ഞാൻ മുത്തശ്ശൻ ടച്ചപ്പ് ചെയ്യാൻ വന്നാ. നീ ആ ബാഗ് കൊണ്ട് കൊടുത്തടാ. നീ ആ ബാഗ് ആർട്ട് റൂമിൽ വെച്ചേക്ക്. എടുത്തോ? ഹലോ, ചാബി. അയ്യോ, ഒന്ന് മറന്നു. ചാബികൾ കൊടുക്കുമ്പോ എന്റെ മുഖത്ത് ഏതാണോ ഭാവം വേണ്ടത്? ഫൈബറിൽ നേറുകൾ വരച്ചിട്ട ലൈൻ വഴി ബൈ ഫോഴ്സിൽ തൂത്താലും മായ്ച്ചാലും നോവേ ഗരി ബൈ മിസ്റ്റേക്ക് വിധി ചേഞ്ച് ആയി പോയാൽ കോമഡി ബൈ ദ വേ ലൈഫിൽ എവറിത്തിങ് ട്രാജഡി What feeling sad buddy, forget the scene buddy, not only tears buddy, but also cheers buddy. Don't worry മച്ചാനെ മച്ചാനെ മച്ചു let's be happy മച്ചാനെ എന്താ പരിപാടി? ഓ ജീൻ സാറെ മറന്നു. എന്താ പരിപാടി ചോദിക്കുമ്പോ എന്താ ഭാവം വേണ്ടേ? ശൃംഗാരം പാണ്ടാരം ഇവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ചോറായി തുള്ളുന്ന ചെറുമണി വേറായി പേരിട്ടിട്ടെഴുതിയ വരമൊഴി വ്യാസനോ ദാസേട്ടനോ കോരിക്കേണ്ട അരിമണി വാസനോ ശല്യോ വിഴുങ്ങിയാൽ അത് പണി. നമസ്കാരം. ഇരിക്കും. മിസ്റ്റർ ശ്രീനിവാസൻ അല്ലേ? അതെ, ഇത് നിങ്ങളുടെ ആദ്യത്തെ സിനിമയാണോ? ഇത് രണ്ടാമത്തേതാ. ആദ്യത്തേത് ഷോലെ. മിസ്റ്റർ ശ്രീനിവാസൻ, ചില നാടകക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ സ്റ്റേജിൽ വീണു മരിക്കണമെന്ന്. അതിനെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്താ? അങ്ങനെയാണെങ്കിൽ ഈ തെങ്ങ് കയറുന്നവന്റെ ആഗ്രഹം എന്തായിരിക്കും? തെങ്ങിന്ന് വീണ് മരിക്കണമെന്ന്. നല്ല രസികനാ. അര സെക്കൻഡ് കൊണ്ട് അരസികനും ആവും. താങ്കളുടെ ജീവിതത്തിൽ താങ്കൾക്ക് സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധം എന്താണ്? നിങ്ങളിവിടെ വന്നപ്പോൾ ഞാൻ ഇരിക്കാൻ പറഞ്ഞില്ലേ, അത് തന്നെ ഏറ്റവും വലിയ അബദ്ധം. ശരി, ഞാൻ പോട്ടെ. ആ പോയ വിദ്വാൻ തന്റെ മുത്തച്ഛനാണല്ലേ. തനിക്ക് അങ്ങനെ തന്നെ വേണം. മാളിക മേലത്തെ തേറിയ ഡൂഡിന്റെ ഷോൾഡറിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ ഷോപ്പിംഗ് മാളിന്റെ ഓണറായി മാറ്റുന്നതും ചെയ്യാൻ. What feeling sad buddy, forget the scene buddy, not only tears buddy, but also cheers buddy. Don't worry മച്ചാനെ മച്ചാനെ മച്ചു let's be happy മച്ചാനെ മച്ചാനെ മച്ചു don't you worry മച്ചാനെ മച്ചാനെ മച്ചു let's be happy മച്ചാനെ മച്ചാനെ മച്ചു. അതെ, ഈ ഒരു പടത്തിലെ ആ കുഞ്ഞു വേഷം കിട്ടില്ലെന്ന് പറഞ്ഞേ ഇങ്ങനെ താടിയും വളർത്തി ജീവിതമേ പോയെന്നും പറഞ്ഞിരിക്കുന്നത് ബോറാ, ഭയങ്കര ബോറാ. അല്ലെങ്കിൽ തന്നെ എന്ത് വേഷമാ? 2-3 ഡയലോഗ്, മാക്സിമം 2 ക്ലോസ്. നാണമില്ലല്ലോ. സച്ചി സാറിന്റെ പടത്തിലെ ത്രൂ ഔട്ട് ഒരു വേഷം കിട്ടിയിട്ടിരിക്കേ. അതിന് 2 ഡയലോഗുള്ള വേഷം ചെയ്താലേ പറ്റൂ, അറിയോ? അതെന്താ? വിഷ്ണു, അഭിനയിക്കാനുള്ള കൊതി കൊണ്ടാ ഞാൻ ഭാവന ഇച്ചിരി ടച്ചപ്പ് ഗേളായിട്ട് നിൽക്കുന്നത്. പക്ഷെ എനിക്ക് ഉറപ്പുണ്ടാവും നടക്കൂന്ന്. നിനക്ക് പറഞ്ഞിട്ടുള്ളത് നിനക്ക് തന്നെ വരൂടാ. അഭിനയിക്കാൻ വന്ന ആളാ, ഇപ്പൊ ചാവപ്പെട്ടി ചോന്ന് നടക്കണം. എടാ ജീനെ, ഇവന് ആസിഫിന്റെ നല്ല ചായ ഇല്ലടാ. ഇവന് ആസിഫിന്റെ ചെറുപ്പമാക്കിയല്ലോ. ചായയൊക്കെ ഉണ്ട്, പക്ഷെ ആസിഫിന്റെ ഒരു ആസിഫ് തന്നെയാണ്. ആസിഫാ? ആ, എങ്ങനെ? മീശയൊക്കെ പിടിച്ചിട്ട് തമിഴിൽ സൂര്യൊക്കെ ചെയ്യണമല്ലേ, ഇപ്പൊ അങ്ങനെയാണല്ലോ. അവനെ കൂടി വലുതായിക്കോട്ടെ. എന്നാ ശ്രീനിയുടെ ചെറുപ്പമാക്കിയാലോ? പപ്പക്ക് അവനെ അഭിനയിപ്പിച്ചടങ്ങുള്ളൂ എന്നാ.
അല്ല ജീനെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവന് വേഷം കൊടുക്കാൻ പറഞ്ഞിട്ട് വലിയ പ്രതീക്ഷയിലാണ്. പാവം. ഒന്നാമത് ഇവനെങ്ങനെയാണ് ശ്രീനേട്ടനെ ചെറുപ്പം ചെയ്യുന്നത്? ഇവൻ നല്ല കളറല്ലേ? ശ്രീനേട്ടനാണെങ്കിൽ നല്ല കറുപ്പും. അങ്ങനെയാണെങ്കിൽ മമ്മൂക്കനെ വാർണയാക്കിയതല്ലേ മറുകയില്. അതിൽ വലിയ കാര്യമൊന്നുമില്ല. അല്ല ബാബുട്ടാ, അവന്റെ മൂക്കില്ലേ ശ്രീനേന്റെ പ്രത്യേകതയുള്ള മൂക്കല്ലേ, ഒട്ടും മാച്ച് ആവൂല അത്. പിന്നെ ഞാൻ ആ മധുവിന്റെ അടുത്ത് അത് ചെയ്യാന്ന് പറഞ്ഞു, കൊടുക്കാന്ന് പറഞ്ഞു. സമയം ശരിയല്ല. എന്താടി? നീ അങ്ങോട്ട് നോക്കിയേ. ഏ? അങ്ങോട്ട്. ഇങ്ങോട്ട് ഇങ്ങോട്ട്. പറഞ്ഞത് ശരിയാ, മാച്ച് ആവൂല. മാച്ച് ആവൂലെന്നോ? എന്ത് മാച്ച് ആവൂല? നാളെ മുത്തശ്ശന്റെ ഷൂട്ട് തീരുവോ? നാളെ തന്നെ തിരിച്ചു പോവും. എടാ വിഷ്ണു, അയ്യോ വിശന്നിട്ട് പാടില്ലേ. ശരി, നാളെ പറയാം. നെക്സ്റ്റ് இந்த ஏரியா மாஸ்டர். ஆமா ஆமா. ஓகே. ஆசிஃப் அண்ட் ஓல்ட் டான்சர்ஸ். ஓகே. എന്താടാ നീ പോവേണം? എടാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പോഴത്തെ വർക്കിന്റെ ടെൻഷൻ്റെ പുറത്ത് പറഞ്ഞു പോയതാ. അതൊന്നും മനസ്സിലാക്കണ്ട കേട്ടാ. ഓക്കെ. അതെ, കുറെ നേരം ഞാനൊരു കാര്യം പറയാൻ വേണ്ടി നോക്കുക. എന്താ പറയാൻ അയ്യോ, മുത്തശ്ശന്റെ ഷോർട്ടായി തോന്നുന്നു. ഞാൻ പോലെ. റെഡി ആൻഡ് ആക്ഷൻ. ഷാൻഡോ, ഈ സീനോടുകൂടി മുത്തശ്ശന്റെ കഴിഞ്ഞു. ഇനി ഇത് നീ തന്നെ വെച്ചോ. കഴിഞ്ഞോ? ഒരു 1.5 മുതലാണ്ട് പിന്നെ മുത്തശ്ശൻ. ചേട്ടാ ഒന്ന് മാറും. അതെ, കോസ്റ്റ്യൂം റൂമിൽ ഞാനുണ്ടാവും. ഒന്ന് അവിടേക്ക് വരൂ. എന്താ എന്നോട് പറയാണ്ടെന്ന് പറഞ്ഞേ? പെട്ടെന്ന് പറ. നിനക്കെന്നോടൊന്നും പറയാനില്ലേ? എന്താ ഇത്? റൂമിലെത്തി തുറന്നു നോക്കിയാൽ മതി. റെഡിയാണ്, അടുത്ത സീനുള്ളല്ലേ? പറയുന്ന കേക്ക് അവിടുത്തെ വിളിക്ക്. വേഗം പോ. പോ വിഷ്ണു. റെഡിയാണ്. എന്താണ് കൺമണി ടച്ചപ്പിൽ എന്താ കോസ്റ്റ്യൂം റൂമിൽ കാര്യം? ഭാവനച്ചിയുടെ അടുത്ത സീനിലേക്കുള്ള കോസ്റ്റ്യൂം അല്ലേ? ഭാവനച്ചിയുടെ കോസ്റ്റ്യൂമാണ്, പക്ഷെ സീൻ്റെ ആരും നെരിഞ്ഞെടുത്ത് വെക്കണം. ടാറ്റാ. കൺമണി അൻപോട് അജിജി ഷൂട്ട് കഴിഞ്ഞു. ഇനി എനിക്ക് ബഡായ് ബംഗ്ലാവിന്റെ ഷൂട്ട് ഉണ്ട്. നമുക്കൊരു സെൽഫി എടുക്കോട്ടാ. അത് നമുക്ക് എടുക്കാം. എന്റെ കോസ്റ്റ്യൂം ഒന്ന് തരുമോ? ചേച്ചി ചെല്, മാറിയിട്ട് വരാം. ഓക്കെ. ലാലേട്ടാ, മുത്തശ്ശന്റെ വർക്ക് കഴിഞ്ഞു. നമസ്കാരം. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, വർക്കൊക്കെ തീർന്ന സ്ഥിതിക്ക് ഒരു ചെറിയ പ്രതിഫലമൊന്നും വേണ്ടായിരുന്നു. പക്ഷേ നാട്ടിലൊരു 2 ഏക്കർ സ്ഥലവും ഒരു വീടും വയ്ക്കണമെന്ന് ഇത്ര നാളായി ആഗ്രഹം തുടങ്ങിയിട്ടേ അതാണ് നടക്കട്ടെ എന്ന് കരുതി. അത്രക്കൊന്നും പ്രതീക്ഷിക്കണ്ട കേട്ടോ. മനോജ് ഇവർക്ക് പോകാനുള്ള വണ്ടിയുടെ ഏർപ്പാട്. ദേഷ്യമല്ലേ? എന്താ ഇവനാ 1000 തുണിമാറിനോട് ഒളിഞ്ഞു നോക്കിയേക്കണവൻ. ഞാൻ പറഞ്ഞിട്ടാ വിഷ്ണു വന്നത്. താനെന്തിനാ പറഞ്ഞത്? കോസ്റ്റ്യൂം എടുക്കാൻ വന്നപ്പോ വിഷ്ണു ഇതുവഴി പോകുന്നുണ്ടോ, അപ്പൊ ഒരു വഴിപാട് ഏൽപ്പിക്കാൻ വേണ്ടിട്ട് വിളിച്ചതാ. വഴിപാടാ? ആർക്ക് വഴിപാട്? അത് വിഷ്ണുവിന്റെ നാട്ടില് നല്ല ശക്തിയുള്ള ദേവിയുടെ ഒരു അമ്പലമുണ്ട്, അവിടെ ഉടക്കാനുള്ള തേങ്ങ കൊടുക്കാനാ. കൺമണി, നീ റൂമിലേക്ക് വാട്ടാ. നിനക്കുള്ളത് ഞാൻ അവിടെ നിന്ന് തന്നോളാം. പറ്റിയ ആളാണ്ടോ എനിക്ക്? വാ ഇങ്ങോട്ട്.
നിനക്കത് വാർന്ന് പറഞ്ഞോളൂ. തേങ്ങയ്ക്ക് പകരം നിന്റെ തലമുണ്ട അടിച്ചു പിടിച്ചാൽ പാവനക്ക് തേങ്ങ ഉടക്കാൻ പോയിട്ട് അവന്റെ മൂക്കിരിക്കണോ? എടാ അതൊക്കെ ചൊവ്വയെ വായ തുറന്ന് പറയണം, മനസ്സിലായ? ഇത്രയ്ക്ക് പാവാൻ പാടില്ല. ചെല്ല്, പോയി കഴുകു, ചെല്ല്. ഓ പോയി കഴുകു. എന്നിട്ട് ആ മൂലയ്ക്ക് അങ്ങനെ പോയിരിക്കും, അല്ലെങ്കിൽ ആശുപത്രി പോയി ഡോക്ടറെ ഒന്ന് കാണും. എന്താണ് എന്താ സംഭവിച്ചത്? അറിയാതെ ഞാൻ ഷർട്ട് ഒന്ന് കൊടുത്തിട്ടതാ. ശ്രദ്ധിക്കേണ്ടതാണ്. എടാ മോനെ, നിനക്ക് ആ പെണ്ണ് പറഞ്ഞേല് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയില്ലേ? മിസ്റ്റേക്ക് എന്തിടിയാ ബാബോട്ടിടിച്ചേ? ആ ചെറുക്കന് പറ്റിയിരുന്നെങ്കിൽ ഇവിടെ ആകത്തോണ്ട് ആർക്കാരും ചെയ്യും. നിനക്കൊരു കാര്യം അറിയോ? എനിക്ക് ഈ അക്രമം കണ്ടു കഴിഞ്ഞാൽ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറ്റില്ല, പ്രതികരിക്കും, പ്രത്യേകിച്ചും പെണ്ണുങ്ങൾക്കെതിരെ. ആ അങ്ങനെയാണ്. ആ അതെ, കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. യുവമാർക്ക് അവനെ ഇടിക്കുന്നതിന് മുമ്പിട്ട് എന്താ കാര്യം എന്ന് അന്വേഷിച്ചൂടെ? വെറുതെ പടത്തിന് പ്രാക്ക് മേടിച്ചു വെക്കാനായിട്ട് ഓരോ പരിപാടി. ഞങ്ങൾ പോവാ സാറേ. നിക്കടാ പോലെ. നീ ഒരു കാര്യം ചെയ്, ആ മനോജ് കാരൻ്റെ അടുത്ത് നിന്റെ നമ്പർ ഒന്ന് കൊടുത്തിട്ടുമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. ഇത് വെച്ചോ. അയ്യോ വേണ്ട സാറേ, എനിക്ക് വിഷമമൊന്നുമില്ല. മുത്തശ്ശനെ അഭിനയിക്കാൻ പറ്റിയല്ലോ, അത് തന്നെ വലിയ സന്തോഷം. ആ ശരിടാ. നിന്നടാ. ഓക്കെ, ഇപ്പൊ ഒരു ശ്രീനിവാസിന്റെ ചെറിയൊരു കട്ടില്ലേ? അതവന്റെ മൂക്കിനിട്ടൊക്കെ ഇടികൊണ്ട് എന്റെ നീരാണ്. എന്നാലും ഒരു ചായ ഇല്ലേ? ചായയൊക്കെ ഉണ്ട്. നീരൊക്കെ മാറി കഴിയുമ്പോ വേറെ പോലെ ഇരിക്കും. സാറേ നീര് മാറുമ്പോ ഒന്നുകൂടി അടിച്ചാ പോരെ? നീ ഒരു കാര്യം ചെയ്, മുത്തച്ഛനെ പറഞ്ഞോളൂ, നീ ഇവിടെ നിൽക്ക്, നമുക്ക് നോക്കാം. കേട്ടാ ശരി സാർ. കഷ്ടം. കൺമണി, നിന്റെ ഫോൺ അടിക്കുന്നു. എന്താ ചേച്ചി? ദേ ഫോൺ അടിക്കുന്നു. ഹലോ കൺമണി, ഞാനാ വിഷ്ണു. ചേച്ചി ഒരു മിനിറ്റ്. ഗിഫ്റ്റ് കലക്കിട്ടോ? ശരിക്കും ഇഷ്ടപ്പെട്ടോ? പിന്നെ അതെ, ഒരുപാട് വേദനിച്ചോ? ബാബുവേട്ടൻ്റെ ഇടിയല്ലേ? ഇപ്പോഴും വേദനയുണ്ടോ? ആ കുറച്ച്. സാരില്ല കേട്ടോ, പോട്ടെ. അതെ, റൂഫ് ടോപ്പിൽ വരാൻ ധൈര്യമുണ്ടോ? ഒരു 12 മണിക്ക് ഉണ്ടെങ്കിൽ എങ്കിൽ വാ, ഞാനവിടെ ഉണ്ടാവും. ഗുഡ് നൈറ്റ് ചേച്ചി. ഗുഡ് നൈറ്റ്. അതെ, ഒരു 5 മണിക്ക് അലാം വെച്ചേക്കണേ. ശരി ചേച്ചി. ഈ നീലരാവിൽ നാളമായി നീ മറഞ്ഞു, ഈ നെഞ്ചിലെ മൃദുതാളമായി നീ വരല്ലയോ, നിണമായി നീ നിറമേ, നിനവായി നീ നിറമേ. ഭാവനേച്ചി ഉറങ്ങിയോ? ഭാവനച്ച് കട്ടിലുണ്ടാവും, മതി അപ്പം ഉറങ്ങും. കൺമണിക്ക് പേടിയില്ലേ? ഈ ലോകത്ത് ഏറ്റവും ധൈര്യം എന്തിനാണെന്നറിയോ? പെണ്ണിനാന്ന് പറയാനല്ലേ? അല്ല, പിന്നെ പ്രണയത്തിന്. എനിക്ക് മനസ്സിലായി. ഞാൻ ലാലങ്ങളുടെ റൂമെത്തി. ഇല്ല, ഞാൻ വിളിക്കാം. ലാലങ്ങളെ ഒന്ന് ടെറസിലേക്കൊന്ന് വരൂ. എന്താടാ? അല്ല, ഒരു ചെറിയ പ്രശ്നമുണ്ട് അവിടെ. എല്ലാവരും ടെറസിലുണ്ടാവില്ല, എല്ലാവരും. എന്താടാ കാര്യം? എന്താണ്? ലാലേട്ടൻ, എന്താടാ? ഞങ്ങളെല്ലാവരും കൂടെ മേളിൽ വന്നിട്ട് ലാലേട്ടൻ്റെ ഹാപ്പി ബർത്ത്ഡേ.
ദേ അവരൊക്കെ പോയി. ആരെങ്കിലും കണ്ടാ അറിയാലോ. ദേ വലിയ സ്റ്റാർ ആവേണ്ട ആളാ. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോവാം. മറ്റേ ഫ്രീക്കിന്റെ മുറി ഇതാണോ? നമ്മുടെ അരുൺചേട്ടൻ. എടാ അലമ്പണ്ടാക്കലടാ. ഞാൻ വിളിക്കാം. വിളിക്കലാണ്. ഇറ്റ്സ് മൺഡേ. കൺമണി നല്ല കുട്ടിയല്ലേ? ഇനി എഴുന്നേക്ക്, എഴുന്നേക്ക്. കൺമണി ഇപ്പൊ പേടിയൊക്കെ കുറഞ്ഞു. പേടിയോ? ആർക്ക് പേടി? നമുക്കിനി എന്നും വന്നാലോ? അയ്യടാ. അപ്പുറത്തൊക്കെ കുറ്റിയിട്ടിരിക്കുവാ. എന്ത് ചെയ്യാനാ? ആ കൺമണീനെ കാണാനില്ല. കൺമണിനെ കാണാനില്ലേ? നിന്റെ ഊരിലല്ലേ? എന്റെ മുറിയിലാ കടന്നേ, പക്ഷെ എനിക്ക് അവളെ കാണാനില്ല. അവളിപ്പോ അതിനകത്തിലൂടെ പോകാനാണ്. എവിടെയെങ്കിലും ഒന്ന് പോയി നോക്കടാ പ്ലീസ്. ബാസി നീ കൂടെ പോ. അതെ പുഴയിലെ പുള്ളല്ലോ നോക്കണം. കരുനാക്ക് കുറച്ചൊന്നും പറയലടാ. ഞാൻ ഇവിടെ നോക്കാം. മേളിൽ നോക്കിട്ട് വാ. എനിക്ക് ഞാൻ അങ്ങനെ ചൂടായിട്ട് നിന്നില്ലെങ്കിൽ അവിടെ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ ഞാൻ കണ്ടില്ല, ഭയങ്കര സോഫ്റ്റ് ആണ്. അതൊക്കെ ടച്ചപ്പിനെ കണ്ട ഇല്ല, ഞാനിപ്പോ വന്നല്ലേ, ഞാൻ പ്രവീണായിട്ട് കുറച്ച് കോസ്റ്റ്യൂം ഡിസ്കഷൻ. ഇവിടെ ഡയറക്ടർ ടെൻഷൻ. നിങ്ങൾ അസോസിയേറ്റ് ഡയറക്ടറിന് ഇത് പൊട്ടക്കളിക്കലട്ടാ. സത്യം ഫോണില് സിംഗിൾ പ്ലെയറാ മൾട്ടിപ്ലെയറാ? മൾട്ടിപ്ലെയർ സിംഗിൾ പ്ലെയർ. ഞാൻ മാത്രം പോയി കിടന്നു ഉറങ്ങയുടെ ചെക്ക. ഇല്ല. എന്നാ ആ പ്രവീണേ ഉറങ്ങണോ?